ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരിപ്പൊടി നേന്ത്രപ്പഴം കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടത്. ആവിയിൽ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പോളം തേങ്ങ ചിരവിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 കപ്പോളം അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. അതായത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ, ആ ഒരു പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് പൊടിയുടെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ വേണ്ട, 2 ടേബിൾ സ്പൂൺ മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2-3 ഏലക്ക ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഏലക്കപ്പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നല്ല പോലെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ചെറിയൊരു ഒരു സ്പൂൺ ഈസ്റ്റാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന ഈസ്റ്റ് നല്ല ഫ്രഷ് ആയതിനെ ചേർത്ത് കൊടുക്കുക. അപ്പോഴേ ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരുള്ളൂ. അതായത് പെട്ടെന്ന് നമുക്ക് പൊങ്ങി വരുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ വെക്കേണ്ടി വരും. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളം ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. അതായത് ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പോഴേ നല്ലപോലെ ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ ഏകദേശം 1.5 കപ്പോളം പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പോളം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെ അരച്ചെടുക്കുന്നത്. ആ ഒരു തേങ്ങയൊക്കെ നല്ല രീതിയിലൊന്ന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ആദ്യം തന്നെ ഞാൻ തേങ്ങയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊടിയൊന്നും അടിയിൽ നല്ലപോലെ ഒന്നും കട്ട പിടിക്കൂല. ആദ്യം തന്നെ നമ്മൾ പൊടിയാണ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ അവിടെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതാ അരിപ്പൊടിയും തേങ്ങയും എല്ലാം തന്നെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം കറക്റ്റ് പാകമാണ് കേട്ടോ. ഇനി ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നല്ല ലൂസും അല്ല നല്ല തിക്കുമല്ല, ആ രീതിയിലാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ, ഈ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതുപോലെ വേണ്ട കിട്ടാൻ. ഇനി ഇത് 30 മിനിറ്റ് മുതൽ ഏകദേശം 1 മണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊങ്ങി കിട്ടും. അതായത് നമ്മൾ ഒഴിച്ച് വെച്ച മാവുണ്ടല്ലോ അതിൻ്റെ ഡബിൾ ആയിട്ട് തന്നെ വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതാ നല്ല രീതിയിൽ തന്നെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് നേരം ആയപ്പോഴേക്ക് ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഞാൻ നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ടൈം ഇല്ലെങ്കിൽ 30 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് മാവ് എടുക്കാം കേട്ടോ. അത്യാവശ്യം പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് മാവ് എടുക്കാം. ഇനി അതല്ല, പൊങ്ങാൻ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ എത്രത്തോളം സമയമുണ്ട് ഇത് പൊങ്ങി വരാൻ, അത്രയും സമയം നിങ്ങൾ അടച്ചു വെക്കണം കേട്ടോ. ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്ത നേന്ത്രപ്പഴമാണ്. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല തൊലി കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടാവില്ല, നല്ല പഴുത്തിട്ട് തൊലി കറുത്തിട്ട് നമ്മൾ കഴിക്കാതെ വെക്കുന്ന ആ ഒരു നേന്ത്രപ്പഴം, അതൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഈ ഒരു പഴത്തിന്. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ്സിലേക്ക് മധുരം ചേർക്കുന്നത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെടുത്ത പഴം ഒന്നിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ 2 പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പഴം വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ 2 പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നെയ്യില്ലെങ്കിൽ ഓയിലിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഇനി ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഇത് റെഡിയായിട്ട് കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത പഴമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും.
ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പഴം പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ പഴം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരമുള്ളത് കൊണ്ട് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ ഇത് കുറച്ചൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റും കൂടി ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നല്ല രീതിയിൽ കുക്കായിട്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ അതാണ് നമ്മുടെ പഴക്കം നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് സമയം വെക്കേണ്ട, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. അപ്പോഴേക്കും ഈ ഒരു തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടും. അപ്പോൾ അത്ര മതി. ഒരുപാട് ചൂടായിട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്ററിൽ നമ്മൾ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ക്രഷ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആ തേങ്ങ നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് നല്ല പഴത്തിലൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എള്ളാണ് കേട്ടോ. കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പലഹാരം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കേക്ക് ടിൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതായത് പെട്ടെന്നൊന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ പലഹാരം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ അത് നല്ല രീതിയിൽ എല്ലാ വശത്തും നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റൗവിൽ. അപ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലേക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ, അതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാവ് എത്രത്തോളം എടുത്തുക്കണോ അതിനനുസരിച്ച് പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മാവ് ഒഴിച്ചെങ്കിൽ ചെറിയൊരു പാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മാവ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് നല്ല രീതിയിലൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പകുതിയോളം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ വശത്തും ഒരേ രീതിയിൽ വെച്ച് കൊടുക്കുക. നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് സെറ്റാകാതെ നമ്മൾ ഫില്ലിങ്സ് ആ ഒരു സമയത്ത് തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫില്ലിങ്സൊക്കെ ആ ഒരു മാവിൽ താഴ്ന്നു പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇപ്പം ഞാനിവിടെ മുഴുവനായിട്ടും ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള മാവും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ വശവും കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള മാവ് വേണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റി വെക്കുക. അതായത് ഫുള്ളും നല്ല കവർ ചെയ്തിട്ട് സെറ്റായിട്ട് കിട്ടണം, ഒരേ ലെവലായിട്ട് കിട്ടണം. ഇത് നമ്മൾ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ പാത്രത്തിൻ്റെ 1/4 ഭാഗം മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അതായത് ഇത് കുക്കായിട്ട് വരുമ്പോൾ ഒന്ന് പൊങ്ങി വരും. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വശവും ഒരേ രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ഒരു കത്തി വെച്ചിട്ടോ ഒരു പപ്പട കമ്പി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ആയിട്ടുണ്ട്. നമ്മുടെ കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പലഹാരം നല്ല രീതിയിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നല്ല തണുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വിടിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് വിടിപ്പിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് കിട്ടുന്നതാണ്. അതായത് നമ്മൾ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് കയ്യിലേക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. നമ്മൾ വട്ടയപ്പൊക്കെ തയ്യാറാക്കുമല്ലോ, ഏകദേശം അതേ രീതിയിലാണ് അതിൽ ഫില്ലിങ്സൊക്കെ വെച്ച് തയ്യാറാക്കുന്ന ആ ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. വട്ടയപ്പത്തിൻ്റെ അതുപോലെ തന്നെ നല്ല സ്പോഞ്ച് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചോറ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ചോറ് ചേർത്ത് കൊടുത്തിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നമ്മൾ അരിപ്പൊടിയും തേങ്ങയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിപ്പൊടി നേന്ത്രപ്പഴം വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ പലഹാരം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കുക. ആവിയിൽ വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക.